ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഫസ്റ്റ്ലി ഇതൊരു ബേസിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈസി ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്നിപ്പം ഫസ്റ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതല്ല, ISC അക്കൗണ്ട്സ് ഹാൻഡ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിലെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്ലി ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിലെ എമൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേറ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ സ്പെസിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകണം. ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട്, അതായത് നമ്മൾ എക്സാം ടൈമിലായിക്കോട്ടെ അല്ലാതെ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അപ്പോഴൊക്കെ നമ്മൾ പിന്നെ അത് ചെയ്യുമ്പം, പിന്നെ അതെന്നല്ല, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പം പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫുൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരത്തില്ല. നമ്മുടെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഇത്ര ആയിരിക്കില്ല, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിൽ ഇത്രയൊക്കെ വരും. അപ്പം നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം തൊട്ട് ഈ ഒരു കാര്യം ശീലിച്ച് പോവുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്ന് അണ്ടർലൈൻ ചെയ്ത് തന്നെ പോവാം. Pavan and Raju are partners in a firm. They contributed 2 lakh and 3 lakh respectively as their capital on 1st April 2013. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു വട്ടം ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാം. They invested additional capital in the partnership during the year as under capital invested by Pavan 50,000 on 1st July 2013 and 1 lakh on 1st December 2013. Capital invested by Raju 1,20,000 on 1st September 2013. Calculate interest on Pavan's and Raju's capital at 10% for the year ended 2013 and 14. ഈ ഒരു ഫോമിലെ പാർട്ട്നേഴ്സാണ് പവൻ ആൻഡ് രാജു, ആൻഡ് ദേ കോൺട്രിബ്യൂട്ടഡ് 2 lakh ആൻഡ് 3 lakh. അപ്പം പവൻ്റെ ക്യാപിറ്റൽ 2 lakhും രാജുവിൻ്റെ ക്യാപിറ്റൽ 3 lakhുമാണ്. ഇറ്റ് വാസ് ഓൺ 1st April 2013. അന്ന് വരെയുള്ളതനുസരിച്ചാണ് 2 lakhും 3 lakhും ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 lakh. ഇനി ദേ ഇൻവെസ്റ്റഡ് അഡീഷണൽ ക്യാപിറ്റൽ ആ ഒരു വർഷം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പവൻ ഇൻവെസ്റ്റഡ് 50,000 ഓൺ 1st July 2013 ആൻഡ് 1 lakh ഓൺ 1st December 2013. പവൻ 2 വട്ടം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഇയറിൽ തന്നെ, ജൂലൈയിലും ഡിസംബറിലും. രാജു 1,20,000 സെപ്റ്റംബർ 2013 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു 2013, 2014 ആ ഒരു ഇയറിലെ കോൺട്രിബ്യൂഷൻസ് ആണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഈ മൊത്തം ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പവൻ്റേത് കാൽക്കുലേറ്റ് ചെയ്യാം. പവൻസ് ക്യാപിറ്റൽ. പവൻ ആദ്യം 2013 April 1 ഉണ്ടായിരുന്ന ക്യാപിറ്റലായിരുന്നു. ക്യാപിറ്റൽ ബാലൻസ് ആണ്. 2013 April 1 പവൻ ഉണ്ടായിരുന്ന ക്യാപിറ്റലായിരുന്നു 2 lakh. പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതേ ഇയർ തന്നെ ജൂലൈ 1 എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെയും 2013 ഡിസംബർ 1 1 lakh കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 2 lakh plus 1 lakh 3 lakh 3,50,000. ഇനി രാജുവിൻ്റെ ക്യാപിറ്റൽ. April 1 രാജുവിൻ്റെ ക്യാപിറ്റൽ 3 lakh ആയിരുന്നു. അതിനുശേഷം 2013 സെപ്റ്റംബർ 1 അഡീഷണലി 1,20,000 കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഫുൾ 4,20,000 ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതായത് April 1, July 1, December 1, അങ്ങനെ സെപ്പറേറ്റ് മന്ത് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം ഓരോ എമൗണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതെല്ലാം ഒരുമിച്ചല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇയറിലേതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും എന്ന് തൊട്ടാണോ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അന്ന് തൊട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോമുല എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു മന്ത് ബൈ 12. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പവൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. പവൻസ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Pavan's interest on capital be like, ആദ്യം
2 ലാക്കിൻ്റെ നോക്കാം. 2 ലാക്ക് ഇൻറ്റു റേറ്റ് എത്രയാണ്? റേറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേറ്റ് 10% പെർ ആനാണ്. അപ്പം 10/100 ഇൻറ്റു ദ ഹോൾ ഇയർ ആണ്. April 1 തൊട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ തീരുന്നത് March 31 2014. അപ്പം അന്ന് വരെയുള്ള, അതായത് ഒരു വർഷം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം 12 മന്ത്സ്. ആ 12 മന്ത്സും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മന്തിൻ്റെ അവിടെ 12 ആണ്. ഒരു ഹോൾ ഇയർ ആണ് 12/12 ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം, ഇത് കട്ടായി പോത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, റേറ്റ് ബൈ 100 മാത്രം എടുത്താൽ മതി. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് റേറ്റ് ബൈ 100 മാത്രമേ എടുക്കാറുള്ളൂ. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഹോൾ ഇയർ ആണെങ്കിൽ മാത്രം, April 1 തൊട്ട് March 31 വരെ വരുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത് ആഡ് ചെയ്യണം. അപ്പം 2 ലാക്കിൻ്റെ 10/100 എന്ന് പറയുമ്പോൾ 20,000. അപ്പോൾ ഫസ്റ്റ് 20,000 കിട്ടി. ഇനി ജൂലൈ 1 കോൺട്രിബ്യൂട്ട് ചെയ്തത് 50,000. പവനാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് 50,000. അപ്പം പവൻ 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു 10% വെച്ചിട്ട്. റേറ്റ് 10/100. അതിനുശേഷം മന്ത് ജൂലൈ 1 കോൺട്രിബ്യൂട്ട് ചെയ്തത്. നമ്മുടെ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞാൽ March 31 ആണ്. അപ്പം March 31 വരെയുള്ള, ജൂലൈ 1 തൊട്ട് March 31 വരെ, ജൂലൈ 1, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. March 31 ആണ്ട് ആ ഒരു ഫുൾ മന്ത് മൊത്തമുണ്ട്. അപ്പം 9 months. 9/12 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഈക്വൽസ് 3,750. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ September 1, December 1. December 1 കോൺട്രിബ്യൂട്ട് ചെയ്തത് 1 lakh. അപ്പോൾ 1 lakh ഇൻറ്റു റേറ്റ് എത്ര? 10%. അപ്പോൾ 10/100 ഇൻറ്റു ഡിസംബർ തൊട്ട് March 31 വരെയുള്ള മന്ത് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ December 1 ഡിസംബർ ഒരു ഹോൾ മന്ത് മൊത്തമുണ്ട്. December 1 മൊത്തമുണ്ട്. December 1 തൊട്ട് 31 വരെ. അങ്ങനെ അപ്പോൾ ഓരോ മന്ത് കാൽക്കുലേറ്റ് ചെയ്യണം. December 1, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. March 31 വരെ ഉണ്ട്. അതുകൊണ്ട് മാർച്ച് നമ്മൾ എടുക്കും. അപ്പോൾ March 1 ആയിരുന്നെങ്കിൽ നമ്മൾ മാർച്ച് കൂട്ടത്തില്ലായിരുന്നു. കാരണം ആ ഒരു മന്തിൻ്റെ തുടക്കമല്ല വരുന്നുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കാം. March 31 വരെ ഉള്ളതുകൊണ്ട് ആ ഒരു ഹോൾ മന്ത് എടുത്തു. അപ്പം 4 മാസം. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 4 മാസം. അപ്പം മന്ത് 4/12 നോക്കിക്കേ. 1 lakh ഇൻറ്റു 10/100 ഇൻറ്റു 4/12 ഈക്വൽസ് 3,333. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരും? 20,000 പ്ലസ് 3,750 പ്ലസ് 3,333 ഈക്വൽസ് 27,083. പോയിന്റ് വരുന്നുണ്ട്, നമ്മൾ പോയിന്റ് വാല്യൂ കൂട്ടണ്ട. അപ്പോൾ പവൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പവൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത 3 ആയിട്ടായിരുന്നു. അപ്പോൾ ഓരോ മന്തിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് 3 കൂടെ നമ്മൾ ആഡ് ചെയ്തെഴുതുന്നതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പവൻ്റെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാം രാജുവിൻ്റെ ഏത് വരുമ്പോൾ ആദ്യം 3 lakh. കാരണം ആദ്യം April 1 അവനുണ്ടായിരുന്നു. അപ്പോൾ 3 lakhൻ്റെ 10/100 റേറ്റ് 10 തന്നെ, രണ്ടു പേർക്കും ഒരേ ഇത് തന്നെ ഉണ്ടോ. ക്യാപിറ്റൽ 10% പെർ ആനം. അപ്പോൾ ആ 10 തന്നെ നമ്മൾ എടുത്തു. ഇനി മാസം ഒരു വർഷം മൊത്തമായിരുന്നു. April 1 ഉണ്ടായിരുന്നായിരുന്നു. നമുക്ക് മന്ത് വേണ്ട, ലീവ് ഇറ്റ്. സോ 30,000. ഇനി രാജു രണ്ടാമത് എപ്പോഴാണ് എടുത്തത്? ഇത് April 1 ആണ്. ഇനി രണ്ടാമത് കൊടുത്തത് September 1. September 1 എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തേ? September 1 1,20,000. 1,20,000 ഇൻറ്റു 10/100 ഇൻറ്റു മന്ത് നോക്കണം. ഇനി September 1, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള. അപ്പോൾ 7 months. 7/12 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1,20,000 ഇൻറ്റു 10/100 ഇൻറ്റു 7/12 ഈക്വൽസ് 7,000. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 30,000 പ്ലസ് 7,000 ഈസ് ഈക്വൽ ടു 37,000. അപ്പോൾ രാജുവിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 37,000 വരും ആൻസർ. അപ്പോൾ രണ്ടും അറിയുന്നുണ്ട്. ഇനി ആൻസർ ചെക്ക് ചെയ്തേ.
27,083, രാജുവിൻ്റെ 37,000. കാരണം അപ്പം നമ്മൾ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എന്നാണോ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് ഏപ്രിൽ എന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഫസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ തന്നെ എടുക്കാം. ഫസ്റ്റ് ഏപ്രിൽ ആവുമ്പം ഏപ്രിൽ തൊട്ട് 31st വരെയും വരും. ഏപ്രിൽ വരെയുണ്ട്. അപ്പോൾ നമ്മളിനി നോക്കിക്കേ, ഫസ്റ്റ് ഏപ്രിൽ എന്ന് പറയുന്നത് 31st ഏപ്രിൽ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏപ്രിലിന് തൊട്ട് തുടങ്ങുമ്പം ആ ഒരു ഹോൾ മന്ത് മൊത്തം എടുത്തിട്ടുണ്ട്. ഈ 31st ഏപ്രിലിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ബിഗിൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് ആ ഒരു ഹോൾ മന്ത് വരുന്നുണ്ട്. 30 days അല്ലെങ്കിൽ 31 days നമുക്ക് വരുന്നുണ്ട്. ഇനി 30th ഏപ്രിൽ എന്നാൽ നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത് മാത്രമേ വരുന്നുള്ളൂ, ആ ഒരൊറ്റ ഡേ മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് വേറെ ഡേ ഇല്ല, 30 to 31 days വരുന്നില്ല അവിടെ. മനസ്സിലായോ? അതുകൊണ്ട് ആ മന്ത് നമ്മൾ കൂട്ടത്തില്ല. അങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇനി അത് മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ ക്ലിയർ ആക്കിയിട്ട് എളുപ്പമുള്ളൊരു മാസം പറയാം. ഇപ്പോൾ ഫസ്റ്റ് ജാനുവരി ആണെന്ന് വെച്ചോ. ഫസ്റ്റ് ജാനുവരി എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ ഫസ്റ്റ് ജാനുവരിയിൽ ബിഗിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഹോൾ മന്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ജാനുവരി ടു 31st ജാനുവരി വരെ വരുന്നുണ്ട്. അപ്പോൾ 31 days അവിടെ വരുന്നുണ്ട്. അതേസമയം നമ്മൾ പറയുക തുടങ്ങുന്നത് 31st ജാനുവരിയിലാണ് തുടങ്ങുന്നതെന്ന് പറയുമ്പം ആ ഒരു ഹോൾ മന്ത് വരുന്നില്ല. ഈ 31st ജാനുവരിയോടെ തീരുവാണ് ആ മന്ത്. അപ്പോൾ അവിടെ ഒരു മന്ത് വരുന്നില്ല, ആ ഒരൊറ്റ ഡേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മന്തിനെ എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ ആ ഒരു മന്ത് ഫുള്ള് വരുന്നില്ല. അങ്ങനെയാണ് ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്, ഓരോ മന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് ജാനിന്ന് ബിഗിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ മന്ത് നമ്മൾ നോക്കും. അതേസമയം 31st ജാനുവരി എന്നാന്ന് പറയുവാണെങ്കിൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യും, നോക്കത്തില്ല. ഇനി എൻഡ് ചെയ്ത് നോക്കാം. മന്ത് എൻഡിങ് എങ്ങനെ കണ്ടുപിടിക്കാം? മന്ത് എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേ തന്നെ നോക്കാം. മാർച്ച് 31st നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാർച്ച് എന്നാണ് തരുന്നതെന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്തു. ഫസ്റ്റ് മാർച്ചിനെ നമ്മൾ നമ്മുടെ പാർട്ണർഷിപ്പിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്, എൻഡ് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തിന് ഫുൾ ഉണ്ടോ? ഇല്ല, ഒരൊറ്റ 1 day മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മന്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ മന്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി അഥവാ 31st മാർച്ചിനാണെന്ന് പറയുവാണെങ്കിൽ മാർച്ച് 1st തൊട്ട് 31st വരെ ആ 31 daysലും നമ്മൾ ആ ക്യാപിറ്റൽ യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡ്രോയിങ്സ് യൂസ് ചെയ്തു. എന്തായാലും ആ ഒരു 31 daysൽ നമ്മൾ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. 31 days കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ആ ഒരു മന്ത് ഫുള്ള് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മന്ത് ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 31st മാർച്ച് വരെ ആണെന്നുണ്ടെങ്കിൽ ആ മന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും ഫസ്റ്റ് മാർച്ചിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്നതായാലും ബിഗിൻ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ ബിഗിൻ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ മന്ത് ഇൻക്ലൂഡ് ചെയ്യും. എൻഡ് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ 31st എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ.